മഴക്കാലത്ത് കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കിഴക്കൻ വെള്ളം കടലിലേക്ക് ഒഴുക്കി വിടാനാണ് 7 പതിറ്റാണ്ട് മുൻപ് തോട്ടപ്പള്ളിയിൽ പൊഴിമുഖം കുത്തിയെടുത്തത്. വർഷത്തിൽ പലതവണ തോട്ടപ്പള്ളി പൊഴി മുറിക്കാറുണ്ട്. പണ്ടൊക്കെ മണൽ കടലിലേക്ക് തന്നെ നിക്ഷേപിക്കുകയായിരുന്നു. മഴക്കാലം കഴിയുമ്പോൾ കടൽ തനിയെ പൊഴി അടയ്ക്കും. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പൊഴി മുറിക്കുമ്പോൾ ലഭിക്കുന്ന കരിമണൽ സർക്കാർ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. '18 പ്രളയത്തിന് പിന്നാലെ 2020 മുതലാണ് പൊഴി മുറിക്കുന്ന മണൽ തീരത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി തുടങ്ങിയത്. 4 വർഷം കൊണ്ട് 10,000-കണക്കിന് ലോഡ് കരിമണൽ ലോറിയിൽ കയറി നാടുവിട്ടു. പൊഴിയുടെ തെക്കും വടക്കുമുള്ള ധാരാളം പ്രദേശം കടലും എടുത്തു. അമ്മയുടെ ഓർമ്മയിൽ എവിടെ വരെ തീരം ഉണ്ടായിരുന്നു? എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ കടൽ കാണുന്ന അത്രയും നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമാണ്, കടപ്പുറത്ത് വന്ന് ഇരിക്കുന്നത് തന്നെ സന്തോഷമാണ്. പക്ഷേ ഇന്നെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയത്തോടു കൂടി വേണം രാത്രി കിടന്നുറങ്ങാൻ. ഇന്നലെ രാത്രിയിലും രാവിലെയും ഇന്നും ഒരു 10 മണി വരെ കടൽ കയറി ഈ തീരത്ത്. ആ ഒരു ജീവിതമാണ്. കടലിൽ പോയി ജീവിക്കുന്നവരുടെ ജീവിതം തീർന്നു. ഇവിടെ ഈ രാമങ്കർത്ത അയ്യാറിയും ഈ മണ്ണെടുത്തതിന് ശേഷമാണ് ഈ കടല് ഈ കാണുന്ന പണിയെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു 20 ലക്ഷം രൂപ വെച്ചതാ ഞങ്ങൾ ഇവിടുന്ന് മാറിക്കുവാ. അവരുടെ യഥേ ഇഷ്ടം എന്ത് വേണേലും ചെയ്തോട്ടെ സർക്കാരിന്. ഒന്നാമത്തെ കാര്യം സീവാളില്ലാത്ത തേപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഇത് ഞങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുക. 10 ലക്ഷം രൂപ കിട്ടിയ 1.5 സെൻറ്റ് സ്ഥലത്തിനകത്ത് എന്ത് പെര വയ്ക്കാനാണ്? അശാസ്ത്രീയമാണ് ഖനനമെന്നാരോപിച്ച് തോട്ടപ്പള്ളിയിലും പരിസരങ്ങളിലും വർഷങ്ങളായി സമരം നടക്കുന്നുണ്ട്. ഈ തോട്ടപ്പള്ളിയിൽ നടക്കുന്ന കരിമണൽ ഖനനം അടിയന്തരമായി നിർത്തലാക്കണം. അതോടൊപ്പം തന്നെ ഈ തീരത്തുള്ള കടൽഭിത്തിയുടെ നിർമ്മാണം ശക്തമായ കടൽഭിത്തി വേണം. പുലിമുട്ടോടുകൂടി കടൽഭിത്തി ഉണ്ടെങ്കിലേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. മഴക്കാലത്ത് തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നത് കൊണ്ട് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം കുറഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ തീരത്തുണ്ടാകുന്ന ദുരന്തങ്ങൾ കാണാതെ പോകരുത്. പ്രകൃതിയെയും മനുഷ്യനെയും ചൂഷണം ചെയ്യാതെ ഒരു ഖനനവും നടക്കില്ല. പക്ഷേ ഖനനം മൂലമുണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ ഭരണകൂടത്തിനാകും. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.